ഇപ്പോൾ ജോർജിയയിൽ വന്നതിന് ശേഷം നമ്മളൊരു വിസ എടുത്ത് വന്നതിന് ശേഷം ഇവിടെ ആ വിസ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, വേറൊരു ഇതിലോട്ട് മീൻസ് ഒരു C3 വിസ എടുത്താൽ B1 മാറ്റാൻ പറ്റുമോ? പിന്നെ അല്ലാതെ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ വേറൊരാളൊരു ഇത് ചോദിച്ചു, അത് കാരണം ഞാൻ ഇതിലൂടെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയൊരു വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ജോർജിയയിൽ വന്ന ശേഷം വിസ ചേഞ്ച് ചെയ്യാവോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ ഏതായാലും അതിപ്പം മെയിൻലി ഞാൻ ഇപ്പോൾ ഫോക്കസ് ചെയ്യണം C3 to B1 മാറ്റാവോ ഇല്ലയോ. പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഞാൻ അല്ലാതെ പറയുന്നുണ്ട്. പഴയതിൽ ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതും കൂടെ ഞാൻ അങ്ങനെ പറഞ്ഞങ്ങ് വിടുകയാണ്. അപ്പോൾ നിങ്ങളതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പം ഇപ്പോൾ ഒരുപാട് പേർ ഇതൊക്കെയാണ് ചോദിക്കുന്നത്, കമൻറ്റിലൂടെ ചോദിക്കുന്നുണ്ട്. ഇനി ഓരോ വിസ എടുത്ത് ജോർജിയയിൽ വന്നിട്ട് ഇവിടെ നിന്ന് തന്നെ വേറെ കാറ്റഗറി വിസയിലോട്ട് മാറ്റാൻ പറ്റുമോ? ഉദാഹരണത്തിൽ ഇപ്പോൾ C3 എടുത്തിട്ട് B1 വിസയിലേക്ക് മാറ്റാൻ പറ്റുമോ? അതൊക്കെ പിന്നെ ജോർജിയയിൽ ഇന്നത്തെ വീഡിയോയിൽ ഈ കൺഫ്യൂഷൻ മുഴുവൻ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരുന്നതാണ്. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. പിന്നെ ഈ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം C3 വിസ എന്താണെന്ന് നമുക്ക് നോക്കാം. C3 എന്ന് പറയുന്നത് ഓർഡിനറി വിസയാണ്. ഇത് സാധാരണമായി ബിസിനസ് മീറ്റിംഗ് അല്ലെങ്കിൽ നെഗോസിയേഷൻ, പിന്നെ സയൻറ്റിഫിക് വർക്ക്ഷോപ്സ്, കോൺഫറൻസ്, അങ്ങനത്തെ കാര്യങ്ങൾ, റിസർച്ച്, അക്കാഡമിക് ഇവൻറ്റ്സ്, അങ്ങനെയൊക്കെ കൾച്ചറൽ സ്പോർട്സ് ഇവൻറ്റ്സ്, ജേർണലിസം, സർട്ടൻ ക്രൂ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ പർപ്പസിനൊക്കെയാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്. അതിനൊക്കെയാണ് ഇവിടെ ഈ വിസ നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് C3 എന്ന് പറയുന്നത് ജനറൽ വർക്ക് വിസ അല്ല എന്ന് പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, വർക്ക് വിസ ഒന്നുമല്ല. പിന്നെ B1 വിസ എന്താണ് എന്ന് നോക്കാം. ഇവിടെ പലർക്കും കൺഫ്യൂഷൻ വരുന്നത് ഇതാണ്. B1 ഒരു സാധാരണ ബിസിനസ് വിസ എന്ന രീതിയിൽ എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്ന വിസയല്ല. അത് നിങ്ങൾ ഓർക്കണം. ജോർജിയൻ ലോ പ്രകാരം B1 പ്രധാനമായും ഫോറിൻ ഡെലിഗേഷനിലെ മെമ്പേഴ്സ്, ബിസിനസ് ഒഫീഷ്യൽ പാസ്പോർട്ട്സ് ഉള്ളവർ അല്ലെങ്കിൽ വർക്കിംഗ് വിസിറ്റിനായി വരുന്നത്, ഇതൊക്കെയാണ്. അവരുടെ അക്കമ്പനിങ് ഫാമിലി ഓർ അതർ പേഴ്സൺ, അതിനെല്ലാമാണ് അത് വെച്ചിരിക്കുന്നത്. എന്നിവർക്കുള്ള സ്പെഷ്യൽ വിസ കാറ്റഗറിയാണ് അത്. അതിനാൽ C3 എടുത്തു വന്ന ഇവിടെ ഒരു B1 എടുക്കാം എന്ന് ജനറൽ റൂളായി പറയാനൊന്നും കഴിയില്ല. ഇവിടെ വന്നോടെ നിങ്ങൾക്ക് അതിലോട്ട് മാറാൻ പറ്റും എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. പിന്നെ C3 തൊട്ട് B1 നേരിട്ട് ചേഞ്ച് ചെയ്യാമോ? അതും ഞാൻ ഇതിലോട്ട് ഇതാക്കാം. ഇതാണ് ഓട്ടോമാറ്റിക് കൺവേർസേഷൻ എന്നൊരു ജനറൽ പ്രൊസീജിയേഴ്സ് ഇവിടെ ഇല്ല. വിസ കാറ്റഗറി ഓരോന്നും അതിൻ്റെ പർപ്പസ് അല്ലെങ്കിൽ എലിജിബിലിറ്റി കണ്ടീഷൻ അനുസരിച്ച് ഇഷ്യൂ ചെയ്യുന്നത്, മനസ്സിലായോ? അതുകൊണ്ട് C3 വിസ ഹോൾഡേഴ്സ് ആണെന്നത് മാത്രം കൊണ്ട് B1 ലഭിക്കണമെന്ന അവകാശം ഉണ്ടാകില്ല. B1ൻ്റെ സ്പെസിഫിക് എലിജിബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാകണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ നിന്ന് B1 മാറ്റാൻ പറ്റൂ. അപ്പോൾ അത് നല്ല പാടുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഇവിടെ വന്ന് മാറാനുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ മാക്സിമം ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് എന്താണോ ആവശ്യം അതെടുത്ത് നിങ്ങൾക്ക് വരിക. കുറച്ച് സമയം എടുക്കുമായിരിക്കും, പക്ഷേ അതിൽ കാര്യമില്ല. നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വരാമല്ലോ സമാധാനത്തിൽ, അല്ലെങ്കിൽ പിന്നെയും പണിയാണ്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ ജോർജിയയിൽ നിന്ന് തന്നെ മറ്റൊരു വിസ അപ്ലൈ ചെയ്യാമോ എന്ന് പലർക്കും ഡൗട്ട് കാണും. ഇത് ജോർജിയയിലെ വിസ റൂൾസ് പ്രകാരം വിസ ഇഷ്യൂവൻസ് അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ടെർമിനേഷൻ സ്പെസിഫിക് പ്രൊസീജിയേഴ്സ് ഉണ്ട്. എല്ലാ വിസ കാറ്റഗറീസിനും ജോർജിയയിൽ ഇരുന്നു കൊണ്ട് സിമ്പിൾ കാറ്റഗറി ചേഞ്ച് ചെയ്യാനുള്ള യൂണിവേഴ്സൽ ഓപ്ഷൻ ഒന്നും ഇല്ല. അതുകൊണ്ട് ജോർജിയയിൽ കയറിയാൽ ഏത് വിസ വേണമെങ്കിലും ഇവിടെ നിന്ന് മാറ്റാം എന്നത് തെറ്റായ ഒരു ഇൻഫർമേഷനാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു തെറ്റാണ്. നിങ്ങൾ ഒരിക്കലും അതൊക്കെ പാടാണ്. അതാണ് ഞാൻ പറയുന്നത്. അതൊക്കെ നല്ല പാടാണ്, നിങ്ങൾക്ക് പറ്റൂല. അപ്പോൾ നിങ്ങളെ ഓർത്തിരിക്കുക. പിന്നെ പറയാനുള്ള C3 മൾട്ടിപ്പിൾ എൻട്രി ആണെങ്കിൽ ഇതും ഒരു പോയിൻ്റാണ്. ഒരു ഓർഡിനറി മൾട്ടിപ്പിൾ എൻട്രി ഷോർട്ട് ടേം വിസ ഉള്ളപ്പോൾ നിങ്ങൾക്ക് ഒറിജിനൽ പർപ്പസ് അവസാനിച്ചാലും മറ്റൊരു ഓർഡിനറി ഷോർട്ട് ടേം വിസ കാറ്റഗറിയുടെ പർപ്പസ് ഓർ കണ്ടീഷൻ മീറ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടെങ്കിൽ എൻട്രി സാധ്യമാകുന്ന പ്രൊവിഷൻസ് ഉണ്ട്. പക്ഷേ ഇതിനെ വിസ കാറ്റഗറി ചേഞ്ച് ചെയ്യാം എന്ന് ഇൻട്രപ്റ്റ് നമുക്കൊരിക്കലും ചെയ്യാൻ പറ്റില്ല. എൻട്രി റൂള് വേറെയാണ്, വിസ ഇഷ്യൂവൻസ് ഓർ കൺവേർഷൻ വേറെയാണ്. അത് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കും. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ C3 വിസ എടുത്ത് വന്നിട്ട് ജോലി ചെയ്യാമോ? അതൊക്കെ ഉണ്ട്. ഇതാണ് വ്യൂസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യം. C3 വിസ വർക്ക് ഓതറൈസേഷന് തുല്യമല്ല. 2026 മുതൽ ജോർജിയയിൽ ഫോറിൻ വർക്ക് റൂൾസ് കൂടുതൽ സ്ട്രിക്റ്റ് ആണ്. ഞാൻ നിങ്ങൾക്ക് കുറേ പറഞ്ഞിട്ടുണ്ട്. അവർ വർക്ക് പെർമിറ്റ് കാര്യങ്ങളെല്ലാം വേണം. അതിനാൽ ഒരാൾക്ക് ജോലി ചെയ്യണമെങ്കിൽ
ആപ്ലിക്കബിൾ റൈറ്റ് ടു വർക്ക് അല്ലെങ്കിൽ ലേബർ മൈഗ്രേഷൻ റിക്വയർമെൻറ്റ്സ് അവർ പരിശോധിക്കണം. അതുകൊണ്ട് C3 വിസ എന്ന് പറയുന്നത് വർക്ക് പെർമിറ്റ് അല്ല. അത് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഇത് നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കുക. ഇതൊന്നും വർക്ക് പെർമിറ്റിന് ഒന്നിനും നിങ്ങൾക്ക് ബാധ്യമല്ല. ജസ്റ്റ് ഒരു വിസ, അത്രയേ ഉള്ളൂ. ബാക്കി നിങ്ങൾ എടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിരിക്കും, അല്ലാതെ വേറെ ഒന്നും പറയുന്നില്ല. പിന്നെ സ്റ്റുഡൻ്റ് ആകാൻ വന്നാൽ, സ്റ്റുഡൻറ്റ് പർപ്പസ് ആണെങ്കിൽ അതിന് അനുയോജ്യമായ ഇമിഗ്രേഷൻ റൂട്ട് ആണ് നോക്കേണ്ടത്. അത് നിങ്ങൾ ഓർത്ത്. ജോർജിയയിൽ ഇവിടെ പഠിക്കാൻ വരുന്നവർക്ക് D3 ഇമിഗ്രേഷൻ വിസ കാറ്റഗറിയാണ് നിയമത്തിൽ പറയുന്നത്. അത് നിങ്ങൾ ഓർത്ത് പഠിക്കാൻ പറഞ്ഞെങ്കിൽ. C3 എടുത്ത് ജോർജിയയിൽ വന്ന് പിന്നീട് സ്റ്റുഡൻറ്റ് വിസ ആക്കി മാറ്റാം എന്ന് ഓട്ടോമാറ്റിക്കലി അസ്യൂം ഒന്നും നിങ്ങൾ ചെയ്യല്. അത് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. D3 എടുത്ത് വരിക. ഓക്കെ. പിന്നെ വർക്ക് ചെയ്യാനാണെങ്കിൽ ഇപ്പം എന്താണെന്ന് എല്ലാവർക്കും ഡൗട്ട്. ഇതെല്ലാം ഞാൻ പറഞ്ഞതാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവുക. വർക്ക് പർപ്പസ് ഉള്ളവർ D1 ഇമിഗ്രേഷൻ വിസ കാറ്റഗറിയാണ് റെലവൻറ്റ് കാറ്റഗറിയിലൊന്ന്. ജോർജിയൻ ലോ അല്ലെങ്കിൽ D1നെ എംപ്ലോയ്മെൻറ്റ് ഓർ വർക്ക് റിലേറ്റഡ് പർപ്പസായി ഇവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ 2026 ലേബർ മൈഗ്രേഷൻ റൂൾസ് കാരണം വിസ മാത്രം മതിയാകുമോ, റൈറ്റ് ടു വർക്ക് വേണമോ എന്ന കറണ്ട് സർക്കംസ്റ്റാൻസ് അനുസരിച്ച് ഓരോന്നും പരിശോധിക്കണം. എന്നിട്ട് മാത്രമേ നിങ്ങൾ ചെയ്യാവൂ. ഇപ്പോൾ വർക്ക് പെർമിറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതിപ്പോൾ ഇവിടെ ഒരു സീരിയസ് ഒരു ഇഷ്യൂ ആണ്. അത് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ വിസ തീരുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, അതെല്ലാവർക്കും ഉള്ളതാണ്. ജോർജിയയിൽ ആൾറെഡി ഉള്ളവർ പാസ്പോർട്ട് വാലിഡിറ്റി നല്ല രീതിയിൽ ചെക്ക് ചെയ്യുക. കറണ്ട് വിസ സ്റ്റാറ്റസ് അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് ചെക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ ജോർജിയയിൽ തുടരാൻ ആഗ്രഹിക്കുന്ന ആക്ച്വൽ പർപ്പസ് തീരുമാനിക്കുക. ആ പർപ്പസിന് ഏത് ലീഗൽ ഇമിഗ്രേഷൻ റൂട്ടാണ് ആപ്ലിക്കബിൾ എന്ന് പരിശോധിക്കുക. വിസ ഓർ പെർമിറ്റ് ആപ്ലിക്കേഷൻ സമയപരിധി ഒഫീഷ്യൽ സോഴ്സിൽ കൺഫേം ചെയ്യുക. വിസ എക്സ്പയറി കഴിഞ്ഞിട്ട് സിമ്പിൾ സ്റ്റേ ചെയ്യരുത്. പിന്നെ അതൊക്കെയാണ് മെയിൻ പോയിന്റുകൾ. പിന്നെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണ്, ഏജൻറ്റ് പറയുന്നത് മാത്രം നിങ്ങളൊന്നും വിശ്വസിക്കാതിരിക്കുക. പലതും പറഞ്ഞായിരിക്കും നിങ്ങളവിടെ കൊണ്ടുവരാൻ നിൽക്കുന്നത്. അവർക്ക് പൈസ, അല്ലെങ്കിൽ ചില ആൾക്കാരുകളൊക്കെ നല്ലതാണ്, പക്ഷെ നിങ്ങളത് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക. ഇവിടെ വന്നാൽ വിസ ചേഞ്ച് ഗ്യാരൻറ്റീഡാണ്. C3 എടുത്താൽ V1 ആക്കി തരാം, ഇങ്ങനെയൊക്കെ പറയും. ജോർജിയയിൽ നിന്ന് തന്നെ എല്ലാം കൺവേർട്ട് ചെയ്യാം, ഇതൊന്നും നിങ്ങൾ വീടല്ല. ഇങ്ങനെയുള്ള ക്ലെയിംസ് കേട്ട ഒഫീഷ്യൽ സോഴ്സ് ഉപയോഗിച്ച് വെരിഫൈ ചെയ്യണം, അല്ലാതെ നിങ്ങളൊന്നും ചെയ്യരുത്. പിന്നെ എല്ലാം ജോർജിയ MFAയുടെ ഒഫീഷ്യൽ കൺസുലർ സിസ്റ്റം വഴി വിസ റിലേറ്റഡ് ആപ്ലിക്കേഷൻ സർവീസ് എല്ലാം ലഭ്യമാണ്. അപ്പോൾ ആ വഴിയൊക്കെ നിങ്ങൾക്ക് നോക്കാം. അതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. അപ്പം സിമ്പിളായി ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്, ഒരു വിസ എടുത്ത് വന്നത് കൊണ്ട് മാത്രം ഇവിടെ നിന്ന് കാറ്റഗറി വിസ ഒന്നും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ എളുപ്പത്തിൽ ചെയ്യാനൊന്നും പറ്റില്ല. C3, B1, D1, D3 എല്ലാം ഡിഫറെൻറ്റ് പർപ്പസിനുള്ള കാറ്റഗറീസാണ്. നിങ്ങളുടെ ആക്ച്വൽ പർപ്പസ് എന്താണോ അതനുസരിച്ച് കറക്റ്റ് ഇമിഗ്രേഷൻ റൂട്ടാണ് നിങ്ങൾ എടുക്കേണ്ടത്. അല്ലാതെ ഇവിടെ വന്നൊന്നും ചേഞ്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സ്റ്റഡി പർപ്പസ്, ഇപ്പോൾ വർക്ക് അല്ലെങ്കിൽ സ്റ്റഡി പർപ്പസ് ആണെങ്കിൽ വിസ മാത്രം നോക്കാതെ റെസിഡൻസ് പെർമിറ്റ്, റൈറ്റ് ടു വർക്ക് തുടങ്ങിയ റിക്വയർമെൻറ്റ്സ് കൂടി ചെക്ക് ചെയ്യണം. ഇതൊക്കെയാണ് നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ. അപ്പം വേറെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം. ഇത് അങ്ങനെ നിങ്ങൾ എടുത്ത് വരല് ഇവിടെ അതൊക്കെ നല്ല പാടാണ്. അതാണ് എനിക്ക് ഫൈനലായിട്ട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ, വേറെ ഏതെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാൻ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കൺ കൂടെ ഓൺ ആക്കി വയ്ക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.